ഇന്നത്തെ വീഡിയോ മെയിനായിട്ടും എങ്ങനെ നമ്മുടെ അലമാര നല്ല വൃത്തിയായിട്ട് ഒതുക്കിയെടുക്കാം, അതെങ്ങനെ അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. അപ്പോൾ ഇന്ന് ഞാൻ ചേട്ടൻ്റെ അലമാരയാണ് ഒതുക്കുന്നത്. അലമാരയിലുള്ള മുഴുവൻ തുണികളും ഞാൻ പുറത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ ഒരു ഷെൽഫാണ്. ഓരോരുത്തർക്കും ചിലപ്പോൾ അലമാരയായിരിക്കാം, ചിലപ്പോൾ ഷെൽഫായിരിക്കാം, ചിലപ്പോൾ കുറച്ചൊരു സ്പേസ് ഉണ്ടായിരിക്കുമല്ലോ ഒതുക്കാനായിട്ട്. അത് നമ്മൾ എത്രത്തോളം വൃത്തിയിൽ ഒതുക്കി വെക്കുന്നു, അത് മെയിൻറ്റെയിൻ ചെയ്യണു, അതാണ് ഇതിൻ്റെ മെയിൻ കാര്യം. അപ്പോൾ ഒതുക്കി വെക്കാനായിട്ട് ഞാൻ കുറച്ച് ഓർഗനൈസേഴ്സ് വാങ്ങിയിട്ടുണ്ട് ആമസോണിൽ നിന്ന്. കാരണം ആ ഷെൽഫിൽ ഹാങ്ങർ തൂക്കാനുള്ള സ്ഥലമാണ് കൂടുതലും, ബാക്കി ഏരിയ ജസ്റ്റ് പ്ലെയിൻ ആയിട്ട് കിടക്കുകയാണ്. അതുകൊണ്ട് കുറച്ച് ഓർഗനൈസേഴ്സ് ഉണ്ടായി മാത്രമേ അവിടെ ഒതുക്കിയെടുക്കാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ ഇതെല്ലാം തന്നെ എന്താ പറയുക, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം. സാധാരണ കടകളിൽ കിട്ടുകയാണെങ്കിൽ അതിൽ വഴിക്കും നിങ്ങൾക്ക് ഈ ഐറ്റംസൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഞാൻ വാങ്ങിയ ഓർഗനൈസേഴ്സ് എല്ലാം തന്നെ. കുറച്ച് സാരി ബാഗ് വാങ്ങിയിട്ടുണ്ട്, പാൻറ്റ് തൂക്കുന്ന ഹാങ്ങർ വാങ്ങിയിട്ടുണ്ട്, ഷർട്ട് ഓർഗനൈസ് ചെയ്യുന്ന മോഡലൊരു ബോക്സ്, പിന്നെ വേറൊരു 4 തട്ട് പോലെ വരുന്ന രീതിയിലുള്ള വേറൊരു ഓർഗനൈസറും. അപ്പോൾ ഇതാണ് മെയിനായിട്ടും വാങ്ങിയ ഒരു 4 ഐറ്റംസ് എന്ന് പറയാം. അപ്പോൾ ഇനി എങ്ങനെയാണ് ഞാൻ എൻ്റെ ഷെൽഫ് ഒതുക്കിയെന്ന് കാണിച്ചു തരാം. ഏതൊരു ഷെൽഫ് ഒതുക്കുമ്പോൾ അതിൽ ഐറ്റംസ് ഫുൾ പുറത്തേക്ക് എടുത്ത് വെച്ച് നല്ല ക്ലീൻ ആയിട്ടൊരു സ്പേസിൽ നിന്ന് തുടങ്ങുന്നതാണ് ഏറ്റവും നല്ലത്. ഏറ്റവും ബുദ്ധിമുട്ടേറിയ പണിയും അത് തന്നെയാണ്. ആ മടക്കി വെച്ച തുണികൾ എല്ലാം തരം തിരിച്ച് അത് വൃത്തിയിൽ മടക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ മടക്കി എടുക്കുന്നതാണ് ആദ്യത്തെ ഏറ്റവും വലിയ പണി. അത് കഴിഞ്ഞ് ഓർഗനൈസ് ചെയ്യാൻ വലിയ പണിയൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഞാൻ ഓൾറെഡി കുറേയൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്, ചിലതൊക്കെ ആകതായിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് മടക്കി തരം തിരിച്ച് വെക്കാൻ പോവാണ്. ഇന്നിപ്പോൾ ഞാൻ ചേട്ടൻ്റെ അലമാരയാണ് ചെയ്യണേ. ഞാൻ വീട്ടിലുള്ളതുകൊണ്ട് തന്നെ എപ്പോഴും അതൊരു വിധം മെയിൻറ്റെയിൻ ചെയ്ത് പോവാറുണ്ട്. പക്ഷേ ചേട്ടൻ വല്ലപ്പോഴും വരണ സമയത്ത് അങ്ങനെ അങ്ങോട്ട് കറക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാത്തതുകൊണ്ടും തിരക്കുകൾ കൊണ്ടും പലപ്പോഴും അലമാര ആകെ അലങ്കോലാകും. മാത്രമല്ല അതെപ്പോഴും ഉപയോഗിക്കാത്തതുകൊണ്ട് തന്നെ അത് അങ്ങനെ ഇരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇന്ന് ഈ അലമാര ഒതുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ തുണികൾ ഓർഗനൈസ് ചെയ്യുമ്പോൾ പലപ്പോഴും എനിക്കായാലും പറ്റുന്നൊരു കാര്യം, വീണ്ടും പഴയ ഒരു അവസ്ഥയിലേക്ക് ആവും കുറച്ച് കഴിയുമ്പോഴേക്കും. ഭയങ്കര ബുദ്ധിമുട്ടാണ് തുണികൾ ഓർഗനൈസ് ചെയ്ത് അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാന്നുള്ളത്. അതിൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയ കാരണം എന്ന് പറയുന്നത് തുണികൾ അധികമായതുകൊണ്ടാവാം പലപ്പോഴും നമുക്ക് ഓർഗനൈസ് ചെയ്യാൻ പറ്റാത്തത്. പലപ്പോഴും നമ്മൾ ഓവർ സൈസ് ആയി പോയ ഡ്രസ്സുകൾ, അല്ലെങ്കിൽ ഓവർ സൈസ് ആയത് പിന്നെ ചെറുതാക്കാമെന്ന് വിചാരിക്കാം, തീരെ ചെറുതായി പോയ ടോപ്പുകൾ, ഡ്രസ്സുകൾ നമുക്ക് ഒട്ടും തന്നെ ഇഷ്ടമില്ലാതെ പലപ്പോഴും നമ്മൾ ഒരിക്കലും ഇടാതെ വെക്കുന്ന ഡ്രസ്സുകൾ പോലും നമ്മൾ ഓർഗനൈസ് ചെയ്ത് ഇങ്ങനെ വർഷങ്ങളോളം എടുത്ത് വെക്കും. അപ്പോൾ അതിലും നല്ലത് അത് ഒന്നിങ്ങനെ അത് ആർക്കെങ്കിലും ഉപയോഗിക്കാൻ പറ്റുമെന്നൊക്കെ ഡൊണേറ്റ് ചെയ്യാം, അതെടുത്ത് മാറ്റുന്നതാണ് നല്ലത്. അതിങ്ങനെ അതിൽ ഫോൾഡ് ചെയ്ത് വെച്ചിട്ട്
വരുമ്പോഴേക്കും അതൊക്കെ ഇങ്ങനെ ലൈൻസ് പോലെ വെറുതെ അങ്ങനെ ആയിട്ട് വരും. അപ്പോൾ അതിൽ നല്ലത് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് വെക്കുന്നതാണ്. ചുളിവില്ലാത്ത രീതിയിൽ ഫോൾഡ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ ഇനി ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ ഇത് നല്ല യൂസ്ഫുൾ ആട്ടെ ഈ ബോക്സ്. ഇതിൻ്റെ ഉള്ളിൽ നല്ല ഷർട്ടുകളായാലും നമ്മുടെ കുർത്തീസ് ആയാലൊക്കെ ഫോൾഡ് ചെയ്ത് കറക്റ്റ് വെക്കാം. കാണുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. എടുക്കാൻ ഈസിയാണ്. തട്ടിമറിഞ്ഞ് വീഴുന്ന പ്രശ്നമില്ല. പ്രത്യേകിച്ച് ഞങ്ങളുടെ ആ ഷെൽഫ് കണ്ടില്ലേ, അങ്ങനെ തട്ടുകളോ കാര്യങ്ങളോ ഇല്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വാങ്ങേണ്ടി വന്നത്. ഇതുപോലത്തെ ഇല്ലയെന്നുണ്ടെങ്കിൽ നല്ല ഇപ്പോഴത്തെ മോഡലൊക്കെ ഷെൽഫിങ് ആണെന്നുണ്ടെങ്കിൽ കുറേ കൂടി തട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ ഈ ബോക്സിൽ ഇതൊക്കെ പോലെ എല്ലാം ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഷർട്ട്സ് ആവശ്യമില്ലാത്തത് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, പാകമില്ലാത്തതൊക്കെ. ബാക്കി ചേട്ടൻ ഉപയോഗിക്കുന്ന ഷൂസൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ അതിൻ്റെ ഉള്ളിൽ പേപ്പർ വെച്ചിട്ടൊരു ഷൂവിൻ്റെ ഉള്ളിൽ അത് അമിങ്ങി പോകാണ്ടിരിക്കാൻ അത് വെച്ചിട്ട് ഞാൻ ഇങ്ങനത്തെ ഒരു ബാഗിൻ്റെ ഉള്ളിലാണ് വെച്ചിരിക്കുന്നത്. ഇതിപ്പോൾ പ്ലാസ്റ്റിക് കവറിൽ വെച്ചാലും പ്രശ്നമൊന്നുമില്ല. ഞാൻ അങ്ങനത്തെ ബാഗ് കണ്ടപ്പോൾ വാങ്ങിയെന്ന് മാത്രം. അപ്പോൾ ഷൂവും സ്ലിപ്പേഴ്സും ഞാൻ മാറ്റി അത് ഇതിലിങ്ങനെ കെട്ടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അത് വേറെ സ്ഥലത്ത് വെച്ചിരിക്കുന്നത്, അലമാരയിലല്ല. അപ്പോൾ ജസ്റ്റ് അതും കൂടി ഒന്ന് കാണിച്ചു എന്ന് മാത്രം. അപ്പോൾ ഓവറോൾ എല്ലാ ഐറ്റംസും ഒതുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് ലാസ്റ്റ് ലുക്ക്. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. മുൻപ് ഇത് ആകെ തുണികൾ ഇങ്ങനെ മേൽപോട്ട് വെച്ചിട്ട് ഞാൻ സാരി ബാഗിനുള്ളിൽ വെറുതെ വെച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ വരുന്ന സമയത്ത് ഉപയോഗിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത് ഓരോ ബാഗ് എടുത്ത് തുണികൾ എടുക്കാൻ വെച്ചാൽ കാരണം അതിങ്ങനെ എടുക്കാൻ പറ്റുന്ന രീതിയിലായിരുന്നില്ല. പക്ഷെ ഈ ഓർഗനൈസേഴ്സ് വാങ്ങിയപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളായി. പ്രത്യേകിച്ച് ഈ ഹാങ്ങിങ് ആയിട്ടുള്ള ഈ ഒരു ഓർഗനൈസറും അതുപോലെ തന്നെ ബോക്സ് പോലത്തെയും സാരി ബാഗും, അത് രണ്ടും പിന്നെ താഴ്ഭാഗത്താണ് ഇരിക്കുന്നത്. പക്ഷെ ആ മുകളിലെ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റി മാക്സിമം. അതാണ് എനിക്ക് നല്ല സന്തോഷമായത്. അതുപോലെ തന്നെ ടീഷർട്ട്സും എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു കളർ കോർഡിനേഷനിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതുപോലെ നമുക്ക് എപ്പോഴും ഡെയിലി യൂസിനുള്ള ഡ്രസ്സുകളും ഒപ്പം തന്നെ വെച്ചിട്ടുണ്ട്. ബാക്കി അധികം ഉപയോഗിക്കാത്ത ഡ്രസ്സുകളാണ് ഞാൻ ഈ ബാഗിൽ വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓർഗനൈസിങ്. അതുപോലെ തന്നെ അതിൻ്റെ മേൽഭാഗത്ത് പാൻസും നമ്മുടെ ഷർട്ട്സും അതുപോലെ ജുബിയൊക്കെ ഞാൻ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. ചേട്ടൻ വരുമ്പോൾ ഇത് കാണുമ്പോൾ സന്തോഷമാകുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വന്നിട്ട് യൂസ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആവും. ആൾ ഉപയോഗിച്ച് കഴിയുമ്പോഴാണ് അഭിപ്രായം പറയുമ്പോൾ നമുക്ക് സന്തോഷം. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതുപോലെയൊക്കെ ഓർഗനൈസ് ചെയ്യുക നല്ല ഭംഗിയായിട്ട്. എന്നിട്ട് എന്നോട് പറയുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വീണ്ടും വരുന്നതായിരിക്കും. അതുവരയ്ക്കും നിങ്ങളുടെ എല്ലാവരോടും ബൈ ബൈ.